വെൽക്കം ടു എജുപിസി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗണിത പ്രകാശ് ഗ്രേഡ് 7 പാർട്ട് 1 ലാർജ് നമ്പേഴ്സ് അറൗണ്ട് അസ്, പേജ് നമ്പർ 9 to 13, എക്സാക്റ്റ് ആൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂസ്. സോ ആദ്യം നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന ഈ കോൺവെർസേഷൻ ഒന്ന് നോക്കാം. 1 lakh people visited the book fair. So many people. If I had not gone, they would have written 99,999 people visited the book fair last week. ഇവിടെ ഈ കുട്ടികൾ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുകയാണ്. സോ അതിൽ എഴുതിയിരുന്നത് 1 lakh people visited the book fair എന്നാണ്. സോ അതിലൊരു കുട്ടി പറയുകയാണ്, ഞാൻ പോയില്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ബുക്ക് ഫെയറിൽ 99,999 പീപ്പിൾ വിസിറ്റ് ചെയ്തു എന്ന് അവർ ന്യൂസ് പേപ്പറിൽ എഴുതുമായിരുന്നു എന്ന്. വാട്ട് ഡു യു തിങ്ക് ഓഫ് ദിസ് കോൺവെർസേഷൻ? ഈ കോൺവെർസേഷനെ പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? വെരി ഓഫൺ എക്സാക്ട് നമ്പേഴ്സ് ആർ നോട്ട് റിക്വയർഡ് ആൻഡ് ജസ്റ്റ് ആൻ അപ്രോക്സിമേഷൻ ഈസ് സഫിഷ്യൻറ്റ്. പല സിറ്റുവേഷനിലും നമുക്ക് എക്സാക്റ്റ് നമ്പേഴ്സിൻ്റെ ആവശ്യം വരാറില്ല, ഏകദേശ വാല്യൂ മാത്രം മതിയാവും. ഫോർ എക്സാമ്പിൾ, according to 2011 census, the population of Chintamani town is 76,068. Instead, saying that the population is about 75,000 is enough to give an idea of how big the quantity is. ചിന്താമണിയിലെ 2011 സെൻസസ് അനുസരിച്ചുള്ള പോപ്പുലേഷൻ 76,068 ആണ്. സോ ഇതിന് പകരം പോപ്പുലേഷൻ ഏകദേശം 75,000 ആണെന്ന് പറഞ്ഞാൽ തന്നെ എത്ര ബിഗ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ? വളരെ രസകരമായിട്ടുള്ള ഒരു കോമിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാപ്പി, കോൾ ആൻഡ് ചെക്ക് ഇഫ് തൂഫാൻ എക്സ്പ്രസ് ഈസ് ഓൺ ടൈം. കുട്ടിയുടെ ഫാദർ കുട്ടിയോട് തൂഫാൻ എക്സ്പ്രസ് റൈറ്റ് ടൈം ആണോ എന്ന് വിളിച്ച് ചെക്ക് ചെയ്യാൻ പറയുന്നു. സോ ആ കുട്ടി നമ്പേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുന്നു. കുറച്ച് സമയത്തിന് ശേഷം അവിടെ പോലീസ് വരുന്നതാണ് കോമിക്കിൽ പറയുന്നത്. വാട്ട് നമ്പർ ഡു യു കോൾ? സോ ആ കുട്ടി എന്താണ് പറയുന്നത്? ഐ കോൾ ദ റൗണ്ടഡ് ഓഫ് നമ്പേഴ്സ് ഓഫ് കോഴ്സ്. മൈ ടീച്ചർ ടോൾഡ് us that efficient people deal with rounded off numbers. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ റൗണ്ട് ഓഫ് ചെയ്ത നമ്പറിലേക്കാണ് കോൾ ചെയ്തത്. എൻ്റെ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞത് എഫിഷ്യൻറ്റ് പീപ്പിൾ ഡീൽസ് വിത്ത് റൗണ്ട് ഓഫ് നമ്പേഴ്സ് എന്നാണ്. ആ കുട്ടി 139 റെയിൽവേ എൻക്വയറിക്ക് പകരം ആ നമ്പർ റൗണ്ട് ഓഫ് ചെയ്ത് 100 ആണ് വിളിച്ചത്. സോ പോലീസ് അവിടെ എത്തുന്നതായിട്ടാണ് കാർട്ടൂണിൽ കൊടുത്തിരിക്കുന്നത്. Okay, so there are situations where it makes sense to round up a number. Rounding up is when the approximated number is more than the actual number. Approximate number റിയൽ നമ്പറിനേക്കാൾ കൂടുതലാകുമ്പോഴാണ് നമ്മൾ റൗണ്ട് അപ്പ് ചെയ്യുക. So for example, if a school has 732 people including students, teachers and staff, the principal might order 750 sweets instead of 700. ഒരു സ്കൂളിൽ 732 പീപ്പിൾ ഉണ്ട്, ഇൻക്ലൂഡിങ് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ്സ്. സോ പ്രിൻസിപ്പൾ അവിടെ 700 സ്വീറ്റ്സിന് പകരം റൗണ്ട് അപ്പ് ചെയ്ത് 750 സ്വീറ്റ്സ് ഓർഡർ ചെയ്തേക്കാം. അതേപോലെ there are situations where it is better to round down. Rounding down is when the approximated number is less than the actual number. പല സിറ്റുവേഷൻസിലും റൗണ്ട് ഡൗണും നമ്മൾ ചെയ്യാറുണ്ട്. അപ്രോക്സിമേറ്റ് നമ്പർ റിയൽ നമ്പറിനേക്കാൾ കുറവാണ് എങ്കിൽ നമ്മൾ റൗണ്ട് ഡൗൺ ആണ് ചെയ്യുക. സോ ഫോർ എക്സാമ്പിൾ, ഇഫ് ദ കോസ്റ്റ് ഓഫ് ആൻ ഐറ്റം ഈസ് ₹470, ദ ഷോപ്പ് കീപ്പർ മേ സേ ദാറ്റ് ദ കോസ്റ്റ് ഈസ് അറൌണ്ട് 450 ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ഇറ്റ് ഈസ് അറൌണ്ട് 500. ഒരു സാധനത്തിൻ്റെ വില 470 റുപ്പീസ് ആണ് എങ്കിൽ ഷോപ്പ് കീപ്പർ ഏകദേശം റൗണ്ട് ഓഫ് ചെയ്ത് 500 എന്ന് പറയുന്നതിന് പകരം 450 എന്ന് പറഞ്ഞേക്കാം. പല സിറ്റുവേഷൻസിലും നമുക്ക് റൗണ്ട് അപ്പ് ചെയ്യേണ്ടതായിട്ടും റൗണ്ട് ഡൗൺ ചെയ്യേണ്ടതായിട്ടും വരാറുണ്ട്. തിങ്ക് ആൻഡ് ഷെയർ സിറ്റുവേഷൻസ് വെയർ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ് ടു റൗണ്ട് അപ്പ്, റൗണ്ട് ഡൗൺ, ഐദർ റൗണ്ടിങ് അപ്പ് ഓർ റൗണ്ടിങ് ഡൗൺ ഈസ് ഓക്കെ ആൻഡ് വെൻ എക്സാക്ട് നമ്പേഴ്സ് ആർ നീഡഡ്. ഇവിടെ നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് നോക്കാം. റൗണ്ട് അപ്പ് ചെയ്തെടുക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ബൈയിങ് ഫുഡ് ഫോർ എ ഗ്രൂപ്പ് ഓർ ഒക്കേഷൻ. സോ അതേപോലെ ബൈയിങ് മെറ്റീരിയൽ സോ യു വോണ്ട് റൺ ഷോർട്ട്. ദെൻ റൗണ്ട് ഡൗൺ ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഷോപ്പ് കീപ്പർ സേയിങ് ലെസർ പ്രൈസ് ടു അട്രാക്ട് ബയേഴ്സ്. അതേപോലെ മറ്റൊരു സിറ്റുവേഷനാണ് എസ്റ്റിമേറ്റിംഗ് ഫ്യൂവൽ ലെഫ്റ്റ് ടു ഡ്രൈവ് മോർ കെയർഫുള്ളി. ദെൻ ഐദർ ഈസ് ഓക്കെ. റൗണ്ട് അപ്പ് ചെയ്താലും റൗണ്ട് ഡൗൺ ചെയ്താലും ഓക്കെ ആകുന്ന സിറ്റുവേഷൻസ്
distance estimation between places and telling academic results. Then exact numbers are needed. Exact numbers വേണ്ട situations, handling money ഹാൻഡിൽ ചെയ്യുമ്പോൾ എപ്പോഴും എക്സാക്റ്റ് നമ്പർ ആണ് നമ്മൾ പറയുക. അതേപോലെ ഡയലിംഗ് എമർജൻസി നമ്പേഴ്സ് ഡയൽ ചെയ്യുമ്പോഴും കൃത്യമായ നമ്പർ തന്നെ ഡയൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്ന് പഠിക്കാം. സോ അതിനായി ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്. സോ നമുക്ക് ആ ഗോൾഡൻ റൂൾ എന്താണെന്ന് നോക്കാം. ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് പഠിക്കാം. 375 എന്ന നമ്പറിനെ നമുക്ക് നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നിയറസ്റ്റ് 100 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് യുവർ ടാർജറ്റ്. ഐഡൻറ്റിഫൈ ദ പ്ലേസ് വാല്യൂ യു ആർ റൗണ്ടിങ് ടു. ഏത് പ്ലേസ് വാല്യൂ ആണോ നിങ്ങൾക്ക് റൗണ്ട് ചെയ്യേണ്ടത് ആ നമ്പർ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് 10 ആവാം, 100 ആവാം, 1000 ആവാം, ലാക്ക് ആവാം. സോ ഏത് പൊസിഷനാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്ക് ദ മാജിക് 5 ആണ്. അതായത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത നമ്പറിൻ്റെ തൊട്ട് റൈറ്റിൽ വരുന്ന നമ്പർ ചെക്ക് ചെയ്യാം. ഓക്കെ, സോ തൊട്ട് റൈറ്റിൽ വരുന്ന നമ്പർ ഇപ്പോൾ ഇവിടെ 7 ആണ്. ഞാൻ ഈ നമ്പർ ജസ്റ്റ് സർക്കിൾ ചെയ്യുന്നു. ഈ നമ്പറാണ് ഈ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. സോ ഈ നമ്പർ 5 ഓർ മോർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് 5, 6, 7, 8, 9 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണ് എങ്കിൽ റൗണ്ട് അപ്പ് ചെയ്യുക. റൗണ്ട് അപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ആഡ് 1 ടു ദ ടാർജറ്റ് ഡിജിറ്റ്. നമ്മുടെ ടാർജറ്റ് നമ്പറിൻ്റെ കൂടെ +1 ആഡ് ചെയ്യുക. ഓക്കെ, സോ നൗ ഇറ്റ് ബിക്കം 3യുടെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ ദിസ് ബിക്കം 4 ആകും. ദെൻ എവറി ഡിജിറ്റ് ആഫ്റ്റർ യുവർ ടാർജറ്റ് ബിക്കം 0. ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സും 0 പ്ലേസ് ചെയ്യുക. ഓക്കെ, സോ 375ൻ്റെ നിയറസ്റ്റ് 100 എന്ന് പറയുന്നത് 400 ആണ്. ക്ലിയർ? ഇനി നമുക്ക് മറ്റൊരു നമ്പറിൻ്റെ നിയറസ്റ്റ് 1000 നോക്കാം. 5478. ഓക്കെ, സോ ഇവിടെ 1000 ആണ് നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത്. സോ ഞാനത് അണ്ടർലൈൻ ചെയ്തു. ദെൻ നെക്സ്റ്റ് തൊട്ട് റൈറ്റിലുള്ള നമ്പർ നോക്കുക. സാർ നമ്പർ ഞാനിവിടെ സർക്കിൾ ചെയ്യുന്നു. ഇനി ഈ നമ്പർ 5 ഓർ മോർ ആണോ 4 ഓർ ലെസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ ഇവിടെ ഈ നമ്പർ 4 ആണ്. 4 ഓർ ലെസ് ആണ് എങ്കിൽ ടാർജറ്റിന് ഒരു ചേഞ്ചും വരുത്തേണ്ടതില്ല. ടാർജറ്റ് 5 തന്നെ എഴുതുക. ഓക്കെ, ബാക്കിയുള്ള നമ്പേഴ്സ് 0 പ്ലേസ് ചെയ്യുക. ക്ലിയർ? റൗണ്ടിങ് ഓഫ് ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ടാർജറ്റ് കണ്ടുപിടിക്കുക. ദെൻ ടാർജറ്റിന് തൊട്ട് റൈറ്റ് വരുന്ന നമ്പർ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ചെക്ക് ദ മാജിക് ഓഫ് 5. അതായത് 5 ഓർ മോർ ആണ് എങ്കിൽ ആഡ് 1 ടു യുവർ ടാർജറ്റ്. 4 ഓർ ലെസ് ആണെങ്കിൽ ഡോണ്ട് ചേഞ്ച് യുവർ ടാർജറ്റ്. ഓക്കെ, ദെൻ ഡിജിറ്റ്സ് ആഫ്റ്റർ യുവർ ടാർജറ്റ് ബിക്കംസ് 0. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നിയറസ്റ്റ് നൈബേഴ്സ് ഓഫ് ദ നമ്പർ 6,72,85,183 നോക്കാം. സോ നമ്മുടെ നമ്പർ 67285,183 ആണ്. ഇനി നമ്മുടെ റൂൾ ഫോളോ ചെയ്ത് നമുക്ക് എഴുതാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് നിയറസ്റ്റ് 1000 ആണ്. സോ 1s, 10s, 100, 1000, 10,000, then lakh, 10 lakh, crore ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് നിയറസ്റ്റ് 1000 ആണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1000 അണ്ടർലൈൻ ചെയ്യുന്നു. ദെൻ അതിന് തൊട്ട് റൈറ്റിൽ വരുന്ന നമ്പർ ഏതാണ് എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ദിസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 5 ഓർ മോർ ആണോ എന്ന് നോക്കുക, 4 ഓർ ലെസ് ആണോ നോക്കുക. ഇവിടെ 4 ഓർ ലെസ് ആണ്. സോ അതുകൊണ്ട് തന്നെ 5 എന്ന നമ്പർ ചേഞ്ച് ആകുന്നില്ല. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 6, 7, 2, 8, 5 വരെ അതേപോലെ എഴുതുക. ദെൻ റിമൈനിങ് നമ്പേഴ്സ് എല്ലാം 0 എഴുതുക. ക്ലിയർ? ദെൻ സെക്കൻഡ് സെറ്റിൽ നിയറസ്റ്റ് 10,000 ആണ്. 6, 7, 2, 8, 5, 183.
ഇതിലെ 10,000-ൻ്റെ പ്ലേസ് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ 1s, 10s, 100, 1000, 10,000-ൻ്റെ പ്ലേസ് 8 ആണ്. ദെൻ അതിന് തൊട്ട് റൈറ്റിൽ വരുന്ന നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനുശേഷം ചെക്ക് ദ റൂൾ 5 or more, 4 or less. സോ ഇവിടെ ഇറ്റ് ഈസ് 5 ആണ്. സോ 5 വന്നു കഴിഞ്ഞാൽ ടാർജറ്റ് നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക എന്നാണ് നമ്മൾ പറഞ്ഞത്. 8ൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ എന്താണ് വരിക? 6, 7, 2, 9. ദെൻ റിമൈനിങ് നമ്പേഴ്സ് എല്ലാം 0, 1, 2, 3, 4. ഓക്കെ, ഇതാണ് നമ്മുടെ നിയറസ്റ്റ് 10,000 എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്പർ നിയറസ്റ്റ് ലാക്ക് ആണ്. സോ 6, 7, 2, 8, 5, 1, 8, 3. 1s, 10s, 100, 1000, 10,000. ലാക്ക് എന്ന് പറയുന്നത് 2 ആണ്. സോ 2 ഐഡൻറ്റിഫൈ ചെയ്തു. നെക്സ്റ്റ് നമ്പർ തൊട്ട് റൈറ്റിൽ വരുന്ന നമ്പർ നമ്മൾ സർക്കിൾ ചെയ്തു. ഈ നമ്പറാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ നമ്പർ മോർ ദാൻ 5 ആണ്. മോർ ദാൻ 5 ആയതുകൊണ്ട് തന്നെ ടാർജറ്റ് നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്പർ 6, 7, 2 + 1 എന്ന് പറയുമ്പോൾ 3. ദെൻ റിമൈനിങ് നമ്പേഴ്സ് എല്ലാം 0. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നിയറസ്റ്റ് 10 ലാക്ക് ആണ്. സോ 6, 7, 2, 8, 5, 1, 8, 3. ഇവിടെ 10 ലാക്കിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 7 ആണ്. സോ അതിന് തൊട്ട് റൈറ്റിൽ വരുന്ന നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഇവിടെ ഈ നമ്പർ 5-നേക്കാളും ലെസർ ആണ്. അതുകൊണ്ട് തന്നെ 7 ഇവിടെ ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് 6, 7, ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം 0 കൊടുക്കാം. ക്ലിയർ? ദെൻ ലാസ്റ്റ് നിയറസ്റ്റ് ക്രോർ ആണ്. സോ 6, 7, 2, 8, 5, 1, 8, 3. ക്രോറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 6 ആണ്. അതിന് തൊട്ട് റൈറ്റ് വരുന്ന നമ്പർ 7 ആണ്. സോ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5. 5-നേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ടാർജറ്റ് നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. ഓക്കെ, സോ ദ നമ്പർ ബിക്കം 6 + 1, 7. ദെൻ റിമൈനിങ് നമ്പേഴ്സ് എല്ലാം 0. ക്ലിയർ? ഇനി ഇതേപോലെ റൈറ്റ് 5 നിയറസ്റ്റ് നൈബേഴ്സ് ഫോർ ദീസ് നമ്പേഴ്സ്. സോ ഫസ്റ്റ് നമ്പർ 3,69,69,957 ആണ്. സോ ഇതിൻ്റെ നിയറസ്റ്റ് 1000 എന്ന് പറയുന്നത് 3,87,70,000. നിയറസ്റ്റ് 10,000 എന്ന് പറയുന്നത് 3,87,70,000. ദെൻ നിയറസ്റ്റ് ലാക്ക് എന്ന് പറയുന്നത് 3,88,00,000. നിയറസ്റ്റ് 10 lakh 3,90,00,000. നിയറസ്റ്റ് ക്രോർ എന്ന് പറയുന്നത് 4 crore. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്പർ 29,05,32,481 ആണ്. നിയറസ്റ്റ് 1000 എന്ന് പറയുന്നത് 29,05,32,000. നിയറസ്റ്റ് 10,000 എന്ന് പറയുന്നത് 29,05,30,000. നിയറസ്റ്റ് ലാക്ക് 29,05,00,000. നിയറസ്റ്റ് 10 lakh 29,10,00,000. നിയറസ്റ്റ് ക്രോർ എന്ന് പറയുന്നത് 29 crore. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ, ഐ ഹാവ് എ നമ്പർ ഫോർ വിച്ച് ഓൾ 5 നിയറസ്റ്റ് നൈബേഴ്സ് ആർ 5 crore. വാട്ട് കുഡ് ബി ദ നമ്പർ ബി? ഹൗ മെനി സച്ച് നമ്പേഴ്സ് സ്റ്റോക്ക് ആർ ദെയർ? 5 crore റൗണ്ട് ഓഫ് ചെയ്ത് എഴുതാൻ സാധിക്കുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എ നമ്പർ ബിറ്റ്വീൻ 4,99,99,500 5 crore499 ബിറ്റ്വീൻ ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും റൗണ്ട് ഓഫ് ചെയ്ത് 5 crore എന്ന് എഴുതാൻ സാധിക്കും. ബിറ്റ്വീൻ ദീസ് 1000 നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, Roxy and Estu were estimating the values of simple expressions. 4,63,128 plus 4,19,682 ആണ്. റോക്സി പറയുന്നു the sum is near 8 lakh and is more than 8 lakh. എസ്തു പറയുന്നു the sum is near 9 lakh and is less than 9 lakh എന്നാണ്. So, are these estimates correct? Whose estimate is closer to the sum?
ആരുടെ എസ്റ്റിമേഷൻ ആണ് സമ്മിനോട് ക്ലോസർ ആകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ 4,63,000 4,19,000 ആണ്. സോ അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 8 lakhനേക്കാളും കൂടുതലായിരിക്കും വരുന്നത്. സോ അതുകൊണ്ട് തന്നെ എസ്തുവിൻ്റെ ആണ് കറക്റ്റ് എന്ന് നമുക്ക് പറയാം. സോ ദൂസ് എസ്റ്റിമേറ്റ് ഈസ് ക്ലോസർ ടു ദ സം എന്ന് പറയാൻ സാധിക്കും. വിൽ ദ സം ബി ഗ്രേറ്റർ ദാൻ 8,50,000 ഓർ ലെസ് ദാൻ 8,50,000? വൈ ഡു യു തിങ്ക് സോ? ഇനി ഇതിൻ്റെ സം എന്ന് പറയുന്നത് 8,50,000-നേക്കാളും കൂടുതലായിരിക്കുമോ അതോ കുറവായിരിക്കുമോ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? സോ ഇവിടെ 4,63,128-നെ നമുക്ക് റൗണ്ട് ഓഫ് ടു നിയറസ്റ്റ് 1000 നോക്കാം. സോ 4,60,000 ആണ് വരിക. ദെൻ 4,19,628-നെ റൗണ്ട് ഓഫ് ടു ദ നിയറസ്റ്റ് 1000 വരുമ്പോൾ 4,20,000 ആണ് വരുന്നത്. സോ ഇതിൻ്റെ സം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 8,80,000 ആണ്. ഇവിടെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ 8,80,000 ആണ്. അതുകൊണ്ട് തന്നെ ദ സം വിൽ ബി ഗ്രേറ്റർ ദാൻ 8,50,000 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ദെൻ വിൽ ദ സം ബി ഗ്രേറ്റർ ദാൻ 8,83,128 ഓർ ലെസ് ദാൻ 8,83,128? വൈ ഡു യു തിങ്ക് സോ? ഇനി നമുക്ക് കിട്ടുന്ന എക്സാക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 8,83,128-നേക്കാളും കൂടുതലാണോ കുറവാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ 8,83,128-ൽ നിന്ന് 4,63,128 സബ്ട്രാക്ട് ചെയ്യുക. സോ ഇറ്റ് ഈസ് 4,20,000 ആണ് കിട്ടുന്നത്. ഇവിടെ നെക്സ്റ്റ് നമ്പർ കൊടുത്തിരിക്കുന്നത് 4,19,682 ആണ്. ദാറ്റ് ഈസ് ലെസർ ദാൻ 4,20,000 ആണ്. അതായത് നമുക്ക് കിട്ടുന്ന വാല്യൂ 8,83,128-നേക്കാളും കുറവായിരിക്കും എന്ന് നമുക്ക് പറയാം. ക്ലിയർ? സോ നമുക്കിവിടെ ആൻസർ എഴുതാം. ഹിയർ ദ സെക്കൻഡ് നമ്പർ അതായത് 4,19,682 ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ 4,20,000. Therefore, total must be less than 8,83,128. Clear? The next one, exact value. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സാക്റ്റ് വാല്യൂ എന്താണെന്നാണ്. ദാറ്റ് ഈസ് 8,82,810. Then next one, 14,63,128 minus 4,90,020. റോക്സി പറയുന്നു the difference is near 10 lakh and is less than 10 lakh. എസ്തു പറയുന്നത് the difference is near 9 lakh and is more than 9 lakh. Are these estimates correct? Whose estimate is closer to the difference? ആരുടെ എസ്റ്റിമേറ്റ് ആണ് ഇവിടെ ക്ലോസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ രണ്ടുപേരുടെയും എസ്റ്റിമേഷൻ കറക്റ്റാണ്. 4 lakhും 14 lakhും ആണ്. സോ അതിൻ്റെ ഡിഫറൻസ് ഏകദേശം 10 lakhിനടുത്ത് വരും. സോ ഇവിടെ റോക്സിയുടെ എസ്റ്റിമേറ്റ് ആണ് കറക്റ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, വിൽ ദ ഡിഫറൻസ് ബി ഗ്രേറ്റർ ദാൻ 9,50,000 ഓർ ലെസ് ദാൻ 9,50,000? ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 9,50,000 ആണോ ലെസ് ദാൻ 9,50,000 ആണോ എന്നതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഈ രണ്ട് നമ്പറിനെയും നമുക്ക് റൗണ്ട് ഓഫ് ടു ദ നിയറസ്റ്റ് 10,000 നോക്കാം. സോ 14,63,128-നെ റൗണ്ട് ഓഫ് ടു നിയറസ്റ്റ് 10,000 ചെയ്യുമ്പോൾ 14,60,000 എന്നാണ് വരിക. ദെൻ നെക്സ്റ്റ് വൺ 4,90,020-യെ
റൗണ്ട് ഓഫ് ടു ദ നിയറസ്റ്റ് 1000 ചെയ്യുമ്പോൾ 4,90,000. സോ ഇതിൻ്റെ ഡിഫറൻസ് സോ 9,50,000 ആണ്. അതായത് റൗണ്ട് ഓഫ് ചെയ്ത് കിട്ടിയ നമ്പർ സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് 9,50,000 ആണ് കിട്ടിയത്. സോ അതുകൊണ്ട് തന്നെ ഈ നമ്പറിൻ്റെ ആക്ച്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 9,50,000 ആയിരിക്കുമെന്ന് നമുക്ക് കൺഫേം ആയിട്ടും പറയാൻ സാധിക്കും. ഓക്കെ, വിൽ ദ ഡിഫറൻസ് ബി ഗ്രേറ്റർ ദാൻ 9,63,128 ഓർ ലെസ് ദാൻ 9,63,128? വൈ ഡു യു തിങ്ക് സോ? ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്പർ 14,63,128 ആണ്. സോ ഇതിൽ നിന്നും 9,63,128 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 5 lakh ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ സെക്കൻഡ് നമ്പർ 4,90,020 ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ 5 lakh ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിഫറൻസ് 9,63,128 ഗ്രേറ്റർ ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. ഹിയർ ദ സെക്കൻഡ് നമ്പർ $4,90,020 is slightly less than 5 lakh. Therefore, the difference must be greater than 9,63,128 എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ദെൻ എക്സാക്ട് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 9,73,108 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, പോപ്പുലേഷൻസ് ഓഫ് സിറ്റീസ്. From the information given in the table, answer the following questions by approximation. ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറച്ച് സിറ്റീസിലെ പോപ്പുലേഷൻ ആണ് 2011ലെയും 2001ലെയും. വാട്ട് ഈസ് യുവർ ജനറൽ ഒബ്സർവേഷൻ അബൌട്ട് ദിസ് ഡേറ്റ? ഷെയർ ഇറ്റ് വിത്ത് ദ ക്ലാസ്. സോ ഇവിടുത്തെ ജനറൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. 2001ലെയും 2011ലെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോപ്പുലേഷൻ മോസ്റ്റ് ഓഫ് ദ സിറ്റീസിൽ ഇൻക്രീസ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദർ ഈസ് significant rise in population from 2001 to 2011 in most. What is an approximate title for the above table? So population of major Indian cities in 2001 and 2011. Okay. Third question. How much is the population of Pune in 2011? 2011 പൂനെയിലെ പോപ്പുലേഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് 31,15,431. സോ 2011 31,15,431. Approximately by how much has it increased compared to 2001? 2001 കമ്പയർ ചെയ്യുമ്പോൾ പോപ്പുലേഷൻ എത്ര ഇൻക്രീസ് ചെയ്തു എന്നതാണ് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. സോ 2001 പോപ്പുലേഷൻ എന്ന് പറയുന്നത് 25,38,473 ആണ്.
സോ 2001 25,38,473 ആണ്. Therefore, increase in population എന്ന് പറയുന്നത് which is equal to 31,15,431 minus 25,38,473, which is equal to 5,76,958. The next one, which city's population increased the most between 2001 and 2011? ഈ ടേബിളിൽ നിന്ന് പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ചെയ്ത സിറ്റീസ് ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്യാം. സോ ബംഗളൂരു, then ഹൈദരാബാദ്, അഹമ്മദാബാദ്, സൂറത്ത്, then വഡോദര. ഇത്രയും സിറ്റീസിലാണ് പോപ്പുലേഷൻ കൂടുതലായി ഇൻക്രീസ് ചെയ്തതായിട്ട് കാണുന്നത്. ഇനി ഇതിൽ ഏത് സിറ്റിയിലാണ് ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻക്രീസ് ഉണ്ടായത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ബംഗളൂരു, ടു 2011 പോപ്പുലേഷൻ എന്ന് പറയുന്നത് 84,25,970 ആണ്. 2001 43,1,326. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 41,24,644 ആണ് വരുന്നത്. നെക്സ്റ്റ് ഹൈദരാബാദ്, $68,09,970 minus 36,37,483. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 31,72,487. Then next Ahmedabad, $55,70,585 minus 35,20,085. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 20,50,500. Then next Surat, 44,67,797 minus 24,33,835. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 20,33,962 ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് വഡോദര, 35,52,371 minus 16,90,000. So it is 18,62,371. ഇതിൽ നിന്നും ബംഗളൂരുവിലെ പോപ്പുലേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. Therefore, ബംഗളൂരു had the highest population increase. Okay, then are there cities whose population has almost doubled? Which are they? ഏതെങ്കിലും സിറ്റീസിലെ പോപ്പുലേഷൻ ഡബിൾ ആയിട്ടുണ്ടോ എന്നതാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ബംഗളൂരുവിലെ പോപ്പുലേഷൻ 43 ലാക്കിൽ നിന്ന് 84 ലാക്ക് ആയിട്ടുണ്ട്, ഏകദേശം ഡബിൾ ആയിട്ടുണ്ട്. ദെൻ ഹൈദരാബാദിലേത് 36 എന്നുള്ളത് 68 ആയിട്ടുണ്ട്, സോ അതും ഡബിൾ ആയതായിട്ട് കാണാൻ സാധിക്കും. ദെൻ സൂറത്തിലെയാണ് 24
24 lakh 44 lakh ആയിട്ടുണ്ട്. സോ അതും ഏകദേശം ഡബിൾ ആയിട്ടുണ്ട്. ദെൻ വഡോദരയിലെയും 16 lakh എന്ന് പറയുന്നത് 35 lakh ആയിട്ടുണ്ട്. അതും ഡബിൾ ആയിട്ടുണ്ട്. സോ ഏതൊക്കെയാണ് സിറ്റീസ്? ബംഗളൂരു, ഹൈദരാബാദ്, സൂറത്ത് and Vadodara. Okay. By what number should we multiply Patna's population to get a number or population close to that of Mumbai? പാട്നയിലെ പോപ്പുലേഷനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് മുംബൈയിലെ പോപ്പുലേഷനോട് ക്ലോസർ ആവുന്നത്? സോ ഇവിടെ നമുക്ക് 2011 കൺസിഡർ ചെയ്യാം. സോ പാട്നയിലെ പോപ്പുലേഷൻ 16,84,222 ആണ്. $16,84,222. ദെൻ മുംബൈയിലേത് 1,24,42,373. പാട്നയിലെ പോപ്പുലേഷനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് മുംബൈയിലെ പോപ്പുലേഷൻ കിട്ടുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതിന് മുംബൈയിലെ പോപ്പുലേഷനെ പാട്നയിലെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1,42,42,373 ഡിവൈഡഡ് ബൈ 16,84,222. ദിസ് ഈസ് ഈക്വൽ ടു 7.39. സോ പാട്നയിലെ പോപ്പുലേഷനെ 7.39 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുംബൈയിലെ പോപ്പുലേഷൻ കിട്ടും. ക്ലിയർ? മൾട്ടിപ്ലൈ പാട്നാസ് population by 7.39 to get a number close to that of Mumbai's population. Clear? So hope you understood the topics. Video useful ആയി തോന്നുകയാണെങ്കിൽ മറ്റു ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you for listening. See you in the next video.